യഥാർത്ഥത്തിൽ അവിടെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് കശ്മീരികൾക്ക് മേലാണ്. കാരണം എത്രയോ കാലത്തേക്ക് ഇനി കാശ്മീരിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ബുക്കിംഗ് സൈറ്റുകളിലെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഓഗസ്റ്റ് വരെയുള്ള ബുക്കിംഗ് സമ്പൂർണ്ണമായി ക്യാൻസൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര എല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ പ്രദേശത്തെ തകർക്കാനാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ ഈ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രം എന്ന നിലയ്ക്ക് ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിയിട്ടുണ്ട്. ആ മതം തന്നെ ഇവിടെ പ്രയോഗിക്കുക എന്നതുകൂടിയായിരിക്കുമല്ലോ ഈ ഭീകരവാദികൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസം മേജർ രവി വളരെ സെൻസിബിളായി തന്നെ പറയുന്നു, ഇവിടേക്ക് വന്നവർ മതം ചോദിച്ച് അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ പറഞ്ഞിട്ടാണ് വെടിവെച്ച് ആളുകളെ കൊല്ലുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അവരുടെ പ്രശ്നം മതമല്ല, ഈ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണ്. 20 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ വന്ന ഭീകരം. പരസ്പരം അകറ്റുക എന്നതും പരസ്പരം വിദ്വേഷത്തിലും സംഘർഷത്തിലും കലാപത്തിലേക്കും ഈ രാജ്യത്തെ തള്ളിവിടുക എന്നതുമാണ് ഈ വന്ന ഭീകരവാദികളുടെ ഉദ്ദേശം എന്നൊരു സംശയമില്ലാതെ പറയാമല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർ ഈ പറയുന്ന മതം, അല്ലെങ്കിൽ വരുന്ന ഭീകരർക്ക് എന്ത് മതം, ഇവിടെ അവർക്ക് ഭീകരർക്ക് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യവും ഇവിടുത്തെ ജനതയും മാത്രമേ ഉള്ളൂ. അവരെ തകർക്കുക എന്നത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അത് തന്നെയാണ് ഈ അവിടെ വന്ന ഭീകരവാദികൾ ചെയ്തത്. ഇപ്പോൾ അവിടെ നിന്ന് വന്ന ആളുകൾ അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാവുകയാണ്. കാരണം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവരെയും അവർ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആദിലിൻ്റെ ജീവൻ അവിടെ നഷ്ടമാവുന്നത്. അതിനെ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് തോളിലെടുത്തുകൊണ്ട് കശ്മീർ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടത്, ഈ ഭീകരവാദികളുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഒരു അമ്മ പറയുന്നത്. അപ്പോൾ ആ രംഗം ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ, എത്ര തീവ്രമാണ്. നമുക്കിപ്പോൾ ഒരൊറ്റ ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുപ്പക്കാരനെ തോളിലെടുത്തുകൊണ്ട് ഒരു കശ്മീരി യുവാവ് ഓടുന്നത്. ശരിക്കും അത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഹൃദയം പിടയ്ക്കും. അത് അത്രയ്ക്ക് സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണല്ലോ അയാളും കടന്നു പോകുന്നത്. ഭാവി നശിച്ചിട്ടാണ് ആ കാശ്മീരി ജനത അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കശ്മീർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഇന്ത്യക്കോ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കാശ്മീരികളും എന്ന തിരിച്ചറിവോടെ തന്നെ വേണം ഈ വിഷയത്തെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ ഈ വിദ്വേഷ പ്രചാരണത്തെ, സോഷ്യൽ മീഡിയ മാത്രമല്ല, അതൊരു കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ നാഷണൽ മീഡിയയിൽ പല ചാനലുകളും ഒക്കെ ഇതിനെ ചർച്ച ചെയ്തുകൊണ്ട് എത്തിക്കുന്നത് ഈ വിദ്വേഷത്തിലേക്കാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ പരസ്പര വിദ്വേഷത്തിൽ ഇന്ത്യ അതിജീവിക്കില്ല, അതാണ് പ്രശ്നം. എന്താണോ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ ഭീകരവാദികൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നടപ്പാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെങ്കിൽ, ആ ആഗ്രഹത്തിനൊത്ത് നീങ്ങാനാണ് ഇവിടുത്തെ ജനത തീരുമാനിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ്റെ ഗതിയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക. അതിനെ അതിജീവിച്ച് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യേണ്ടത്.